1,00,000 താഴെയുള്ള വണ്ടികളുടെ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് 1,00,000 താഴെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ. ഈ ഒരു സെഗ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സെക്കൻഡറി വണ്ടിയായിട്ട് യൂസ് ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ സെറ്റ് ഒക്കെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി കളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെന്റ് കൂടുതലായിട്ട് നമ്മൾ നോക്കലുള്ളത്. അപ്പം ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു പ്രത്യേകത മീൻസ് ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാടധികം വണ്ടികൾ വരുന്നുണ്ട്. അതായത് ഡീസലിലാണെങ്കിലും പെട്രോളിലാണെങ്കിലും അണ്ടർ 1 lakh എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ ഒരുപാടധികം വണ്ടികൾ വരുന്നുണ്ട്. അതിൽ തന്നെ കുറെ അധികം പ്രൊഡക്ഷൻ നിർത്തിയിട്ടുള്ള വണ്ടികളാണ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതിൽ പെടുന്ന അതായത് നിങ്ങൾക്ക് കുറച്ച് ബിൽഡ് ക്വാളിറ്റിയും കുറച്ച് പാസ് അവൈലബിലിറ്റിയും മെയിൻ്റനൻസ് കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള കുറച്ച് വണ്ടികളാണ്. അതായത് നിങ്ങൾക്ക് ഈ കൊണ്ടു നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ സിറ്റിയിലും നാട്ടിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം പല വ്യത്യസ്ത ബ്രാൻഡുകളിലായിട്ടുള്ള കുറച്ചധികം വണ്ടികൾ നമ്മൾ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു മുതലാണ് മാരുതിയുടെ 800 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ഒരു 95% ആളുകളും തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വണ്ടി. അതായത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിനെങ്കിലും നിങ്ങൾ 800 എന്തായാലും ഓടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. അതായത് ഏകദേശം ഒരു 30,000 രൂപ ടു 50,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വെഹിക്കിൾ തന്നെയാണ് 800 എന്ന് പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ അത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ എഞ്ചിൻ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ്. അങ്ങനെ നശിച്ചു പോകുന്ന ഒരു എഞ്ചിനൊന്നുമല്ല. പിന്നെ ബോഡി എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ഒരു മെറ്റാലിക് ബോഡിയാണ് ഇതിന് വരുന്നത്. നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചെറിയ തട്ടലോ മുട്ടലോ ഒന്നും വന്നാൽ ബോഡിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് വരില്ല. പിന്നെ ഇതിന്റെ ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ അതായത് പേഴ്സണലി ഞങ്ങൾ ഫ്രണ്ട് സെറ്റപ്പിൽ എല്ലാവരും കൂടി വണ്ടി ഓടിച്ചു തുടങ്ങുന്ന കാലത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് കിട്ടിയിരുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 10 to 13 ഇടയിലൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങളിത് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കാർബേറ്റർ വേരിയന്റ് എടുക്കാണ്ട് MPFI വേരിയന്റ് തന്നെ എടുക്കുക. കാരണം വെച്ചാൽ കാർബേറ്റർ വേരിയന്റ് ആവുന്ന സമയത്ത് കുറച്ച് മിസ്സിങ്ങും പിന്നെന്താ പറയുക ഫ്യൂൽ എഫിഷ്യൻസി വളരെ ലോ ആയിരിക്കും. അപ്പം MPFI വണ്ടി കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുക. അതായത് 800 പ്ലാൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MPFI വണ്ടി തന്നെ നോക്കിയെടുക്കാം. ഇനി ഈ നിരയിൽ വരുന്നതെന്ന് പറയുമ്പോൾ മാരുതി സുസുക്കിയുടെ തന്നെ, അതായത് നിങ്ങൾക്ക് 800 വേണ്ട, 800-നേക്കായി കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി പുതിയതായിട്ടുള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാരുതിയുടെ സെന്നിലോട്ട് പോകാവുന്നതാണ്. സെൻ എസ്റ്റിലോ അല്ല, നോർമൽ സെന്നിലോട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു 2000 to 2005 വേരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 lakhന്റെ ഉള്ളിൽ കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ടായിരിക്കും, പവർ വിൻഡോസ് ഉണ്ടായിരിക്കും, അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ് സെൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും MPFI വേരിയന്റ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പം പേഴ്സണലി എനിക്ക് ഇതിന്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രോപ്പർ JDM അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ഡിസൈൻ ആണ് സെന്നിന് വരുന്നതെന്ന് പറയുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. മാത്രമല്ല ഡ്രൈവ് ചെയ്യാനും ഭയങ്കര ഫണ്ണാണ്. പിന്നെ ഇതിന്റെ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. ഡീസൽ എന്തായാലും ഒരു 1 lakh റേഞ്ചിൽ നിൽക്കില്ല, 1 lakhന്റെ പുറത്ത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡീസൽ വേരിയന്റ് പറയാത്തത്. അപ്പൊ അത് 800 വേണ്ട, കുറച്ചും കൂടി ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സെന്നിലോട്ട് പോകാവുന്നതാണ്. ഇതിന്റെ 2005 വരെയുള്ള ഒരു വേരിയൻസ് ഒരു 1 lakhന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ തന്നെ വളരെ വലിയ രീതിയിൽ അണ്ടർറേറ്റഡ് ചെയ്തു പോയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് അത് പ്രൊഡക്ഷനിലുള്ള സമയത്ത് ഇന്ത്യക്കാർക്ക് വലിയ വിലയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇന്ന് ഇന്ത്യൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള റീസെയിൽ വാല്യൂ ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം രതൻ ടാറ്റയുടെ സ്വന്തം ടാറ്റ നാനോ ആണ് ഈ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തായാലും പവർ സ്റ്റിയറിംഗും കാര്യങ്ങളുള്ള വണ്ടിയാണ് ചൂസ് ചെയ്യുക. ഏകദേശം 2011 to 14 വേരിയന്റ് ഒക്കെ നിങ്ങൾക്ക് ഒരു 1 lakh റേഞ്ചിലൊക്കെ കിട്ടുന്നതായിരിക്കും. അതിനാകുമ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗും ഉണ്ടായിരിക്കും, പവർ വിൻഡോസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് കോർണർ ടു കോർണർ ഒക്കെ നോക്കാൻ വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഉള്ളിലിരിക്കുന്ന സമയത്ത്. മാത്രമല്ല അതായത് നമുക്ക് സിറ്റിയിലാണെങ്കിലും ഇനി ഒരു ഹൈവേയിലാണെങ്കിലും അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി തരുന്ന, അതായത് 20+ ഫ്യൂൽ എഫിഷ്യൻസി തരുന്ന ഒരു വണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലൊരു സെക്കൻഡറി വണ്ടി ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വണ്ടിയാണ് ടാറ്റ നാനോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ടാറ്റ നാനോ എന്ന് പറയുന്നത്. ഒരു നല്ല കൂളിംഗ് ഉള്ള ഒരു AC നിങ്ങൾക്ക് ടാറ്റ നാനോയിൽ ലഭിക്കുന്നതാണ്. അപ്പൊ അത്യാവശ്യം സിറ്റിയിൽ കൊണ്ടു നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടാറ്റ നാനോയിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ലേഡീസ് പർപ്പസിനാണെങ്കിലും ടാറ്റ നാനോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി ഈ ലിസ്റ്റിൽ വരുന്നതെന്ന് പറയുമ്പം ഹ്യുണ്ടായുടെ 2 പ്രൊഡക്റ്റുകളാണ്. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം അതായത് ഹ്യുണ്ടായുടെ സാൻഡ്രോ ആണ്. ഏകദേശം 2007 വരെയുള്ള ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ആ ജനറേഷൻ വെഹിക്കിൾസ് നമ്മൾ ഈ പറയുന്ന ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. അതായത് ഒരു ബെസ്റ്റ് ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ സാൻഡ്രോനെ വിശേഷിപ്പിക്കാം. പുറത്തുനിന്ന് കാണുന്ന പോലെയുള്ള സാൻഡ്രോ എന്ന് പറയുന്നത്, സാൻഡ്രോ ഇന്റീരിയറിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു 4 ആളുകൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് സാൻഡ്രോ എന്ന് പറയുന്നത്. അത്യാവശ്യം പവർ സ്റ്റിയറിംഗും പവർ വിൻഡോസും അത്യാവശ്യം ഒരു മ്യൂസിക് സിസ്റ്റവും നമുക്ക് അത്യാവശ്യം വേണ്ട
ചെയ്യേണ്ട കാര്യങ്ങളും സാൻഡ്രോയിലുണ്ട്. മാത്രമല്ല ഇതിന്റെ 1.1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസ് ഫ്രീ ആണ്, അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ്, അതായത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന നല്ലൊരു ബ്രേക്കിംഗ് ഉള്ള ഒരു ഫാമിലി കാർ തന്നെയാണ് സാൻഡ്രോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന, അതായത് ഇത് യൂസ് ചെയ്യുന്ന, അതായത് ഇന്ന് യൂസ് ചെയ്യുന്ന ചില ഓണേഴ്സ് ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പിലൊക്കെ ഇന്നും സാൻഡ്രോ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചാൽ സാൻഡ്രോന്റെ ഒരു കംഫർട്ടും അതിന്റെ ഒരു ഫീലും വേറെ തന്നെയാണ്. ഇനിയിപ്പം സാൻഡ്രോ ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐട്ടണിലോട്ട് പോകണം. ഐട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 2008 to 2010 വേരിയന്റുകൾ നിങ്ങൾ ഒരു 1 lakhന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 1 lakh സംതിങ്ങിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഐട്ടണിലോട്ട് പോകാന്നുണ്ടെങ്കിൽ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കാം. അതിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് 4 വിൻഡോ പവർ വിൻഡോസും കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള എസിയും പിന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റവും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഐട്ടണിൽ തന്നെ നമുക്ക് ആ ഫസ്റ്റ് ജനറേഷനിലാണെങ്കിലും ഐട്ടണിൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് എന്തായാലും 1 lakh റേഞ്ചിൽ നിൽക്കില്ല, ഒരു 2 lakhന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അതിലോട്ട് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും ഫാമിലിക്ക് പരിഗണിക്കാൻ പറ്റുന്ന 2 കാറുകളാണ്. അതായത് ഇതിന്റെ പ്രത്യേകിച്ച് അത്യാവശ്യം റൂം സ്പേസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായം ചെന്ന ആളുകളാണെങ്കിലും കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സാൻഡ്രോയും അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ഐട്ടണും. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പരിഗണിക്കാൻ പറ്റുന്ന 2 വെഹിക്കിൾസ് ആണ്. മാത്രമല്ല ഇതിന്റെ പാർട്സ് ഇന്നും അവൈലബിൾ ആണ്. ഐട്ടന്റെ ഒക്കെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സർവീസ് സെന്ററിൽ തന്നെ അവൈലബിൾ ആയിരിക്കും പാർട്സ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഒരു ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 to 15 ഇടയിലായിരിക്കും. അപ്പം കുഴപ്പമില്ലാത്തൊരു ഫ്യൂൽ എഫിഷ്യൻസി ഇതിനുണ്ട്. തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിൽ പരിഗണിക്കാൻ പറ്റുന്ന 2 വണ്ടികളാണ് സാൻഡ്രോയും ഐട്ടണും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ ബലീനോ ആണ്. അതായത് പുതിയ വേരിയന്റ് അല്ല, അതായത് ഒരു 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ഇറങ്ങിയിരുന്ന ഫസ്റ്റ് ജനറേഷൻ ഒരു ബലീനോ ഉണ്ട്, ഒരു സെഡാൻ വേരിയന്റ്. അതായത് 2000 to ഏകദേശം 2007 വരെ ആയിരുന്നു ഇത് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇന്ന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കലാണ്, അതായത് വണ്ടി ഓടിച്ച് പഠിക്കലാണ് പർപ്പസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബലീനോ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പം ഇതിന് ഏകദേശം 100 bhp അടുത്ത് പവർ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ആയിരിക്കും ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ടായിരിക്കും, 10ന്റെ താഴെ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പിള്ളേര് സിറ്റിയിലൊക്കെ അടിച്ചു പൊളിച്ച് നടക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ് ബലീനോന്റെ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല നിങ്ങൾക്ക് ഒരു സെക്കൻഡറി വണ്ടി ആയിട്ടും പരിഗണിക്കാവുന്ന വണ്ടിയാണ്. കാരണം ഇതൊരു സെഡാൻ വേരിയന്റ് ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഇന്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വീട്ടിലൊരു സെക്കൻഡറി വണ്ടിയായിട്ട് യൂസ് ചെയ്യാനും ഈ ബലീനോ ഫസ്റ്റ് ജനറേഷൻ തീർച്ചയായിട്ടും നടക്കും. ഒരു കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 lakhന്റെ താഴെയൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു കണ്ടീഷനിലുള്ള വണ്ടിയാണെങ്കിൽ ഒരു 1 to 1.5 ഉള്ളിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണ്ട, അല്ലെങ്കിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബലീനോ 1.6 പോകാവുന്നതാണ്. പിന്നെ ഇതിന്റെ പാർട്സ് അവൈലബിലിറ്റി ഇന്നും പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇനിയിപ്പം ഇതൊരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിനാണ്. അപ്പൊ കൂളായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ബലീനോ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ ലിസ്റ്റിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്, അതായത് നമ്മുടെ ലാൻസർ ആണ്. അതായത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ കയ്യിൽ കുറെ കാലം ഒരു 2008 വേരിയന്റ് ഡീസൽ 2 ലിറ്റർ ലാൻസർ ഉണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഓടിക്കാൻ നമുക്കൊരു പ്രീമിയം, അല്ലെങ്കിൽ ഒരു പ്രീമിയത്തിലുപരി എന്താ വെച്ചാൽ ഒരു കാർ ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു സെഡാൻ വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അതായത് ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണത്. ഭയങ്കര ഫീൽ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതായത് ഇതിന്റെ 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. മാത്രമല്ല ഇതിന്റെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇന്നും ഗംഭീര റോഡ് പ്രസൻസ് ആണ്. അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് അത് കുറച്ചൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓടിക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വണ്ടിയാണ് ലാൻസർ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ 2 ലിറ്റർ എഞ്ചിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള, അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ അല്ല, പക്ഷെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പവർ ഡെലിവറി ചെയ്യുന്ന ഒരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഡീസൽ ആണെങ്കിൽ പോലും ഒരു 10 ആയിരിക്കും ആവറേജ്, 10ന്റെ അടിയിലൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ റൈഡ് ഫീൽ തന്നെയാണ്. ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ വിഷയമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ലാൻസർ ഓടിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓടിച്ചു നോക്കും, അങ്ങനെ ഇതിന്റെ ഫീൽ ഒന്ന് മനസ്സിലാക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻഷുറൻസ് ഇയർലി ഏകദേശം ഒരു 10,000 രൂപ ഇൻഷുറൻസ് വരും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ കുറച്ച് പ്രയാസമാണെന്നേ ഉള്ളൂ. പക്ഷേ അതർവൈസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഒരു 1 lakhന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വേരിയന്റ് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലാൻസർ ഡീസലും കൂടി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് ഈ ലിസ്റ്റിൽ.
പിന്നെ നമുക്ക് ഷവർലാൻഡ് ബീറ്റ്സും ഉണ്ട്, സ്പാർക്കും ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള 2 വണ്ടികളാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഇപ്പം സ്പാർക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നും അതായത് ഓടുന്ന നല്ലൊരു പെട്രോൾ എഞ്ചിനാണ്. അതങ്ങനെ നശിച്ചു പോകുന്നൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. പിന്നെ ഭയങ്കര മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൂടി നമുക്ക് ഷവർലാൻഡ് ഒരു വണ്ടി പരിഗണിക്കുന്ന സമയത്ത് പിന്നെ എന്താ വെച്ചാൽ പാർട്സ് അവൈലബിലിറ്റി ഒന്നും വല്ലാണ്ട് അധികം ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയായിരിക്കും സ്പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇനി ബീറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് അതിന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ എന്താ വെച്ചാൽ അതിന്റെ ഒരു ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അത് അത്യാവശ്യം മൈലേജ് ഏകദേശം ഒരു 20 to 25 ഇടയിൽ മൈലേജ് കിട്ടുന്ന ആളുകളുണ്ട് അതിന്റെ ഡീസൽ വെഹിക്കിളിന്. അപ്പം നിങ്ങൾക്ക് ഒരു ഡീസൽ വണ്ടിയൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ്. അതിന്റെ പെട്രോൾ വേരിയന്റും വരുന്നുണ്ട്. അപ്പം സ്പാർക്കും നമുക്ക് ബീറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പാർട്സ് അവൈലബിലിറ്റി കൂടി ഒന്ന് നോക്കിയാൽ മതി. വേറെ വണ്ടി കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അത്യാവശ്യം നല്ലൊരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബീറ്റ്സിൽ വരുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാടധികം വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ അതിൽ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് വണ്ടികൾ മാത്രമേ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സെലക്ട് ചെയ്ത് മീൻസ് കുറച്ചുകൂടി മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് കുറച്ചുകൂടി പാർട്സ് അവൈലബിലിറ്റി ഒക്കെ ഉള്ള കുറച്ച് വണ്ടികൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ സെഗ്മെന്റിൽ തന്നെ ഒരുപാടധികം വണ്ടികൾ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് പഴയ വണ്ടിയായിരിക്കും എന്തായാലും 1 lakhന്റെ അടിയിൽ വരുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു മെക്കാനിക്കിനെ കാണിച്ച് നിങ്ങൾക്ക് മെക്കാനിക് സൈഡും ബോഡി സൈഡും ഒക്കെ ക്ലിയർ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. കാരണം വെച്ചാൽ ഒരു 10-15 വർഷം പഴക്കമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ബോഡി നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. എഞ്ചിൻ പോലെ തന്നെ ബോഡി കൂടി ചെക്ക് ചെയ്യണം. നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുക്കാം. പിന്നെ നമ്മളൊരു സെഗ്മെന്റ് വീഡിയോ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അണ്ടർ 2 lakh എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് കൂടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് തീർച്ചയായിട്ടും ആ വണ്ടി കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, വീഡിയോ കണ്ടതിന് താങ്ക് യു.